ഹലോ എവരി വൺ, എല്ലാവർക്കും മറ്റൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോ, ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 18. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് പറയാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നലെ വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാനിതിൽ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അഫോർഡബിൾ ഹൗസിംഗ് ഇൻ ഔട്ടർ സ്പേസ്. സയൻറ്റിസ്റ്റ് ഡെവലപ്പ് കോസ്മിക് കോൺക്രീറ്റ് ഫ്രം സ്പേസ് ഡസ്റ്റ് ആൻഡ് ആസ്ട്രോനോട്ട് ബ്ലഡ്. അപ്പോൾ സയൻറ്റിസ്റ്റ് റീസെൻ്റ്ലി ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് എ കോമൺ പ്രോട്ടീൻ ഫ്രം ബ്ലഡ് പ്ലാസ്മ ഹ്യൂമൻ സെറം ആൽബമിൻ could act as a binder for the simulated moon or Mars dust to produce concrete like material. അപ്പോൾ ഒരു കോൺക്രീറ്റ് ലൈക്ക് മെറ്റീരിയൽ ബ്ലഡിൽ നിന്ന് മൂണിൻ്റെയും മാർസിലത്തെയൊക്കെ ഡസ്റ്റ് ഉപയോഗിച്ചിട്ട് ബ്ലഡിലത്തെ ഒരു സെറം ആൽബമിൻ ഉപയോഗിച്ച് ഒരു കോൺക്രീറ്റ് ലൈക്ക് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്തു സയൻറ്റിസ്റ്റ്. സോ ദ റിസൾട്ടിങ് നോവൽ മെറ്റീരിയൽ, ഇത് പുതിയതായിട്ട് കണ്ടുപിടിച്ച ഈ മെറ്റീരിയലിനെ ആസ്ട്രോക്രീറ്റ് എന്നാണ് പറയുന്നത്. ഹാസ് കോംപ്രസീവ് സ്ട്രെങ്സ് ആസ് ഹൈ ആസ് 25 MPa മെഗാ പാസ്കൽസ്. അപ്പോൾ സാധാരണ ഒരു കോൺക്രീറ്റിൻ്റെ കട്ടി എന്ന് പറയുന്നത് 20 to 32 മെഗാ പാസ്കൽസ് ആണ്. അപ്പോൾ ഈ ബ്ലഡ് ഉപയോഗിച്ചിട്ടും അതേപോലെ മൂണിൻ്റെയും മാർസിലത്തെയും ഡസ്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഈ കോൺക്രീറ്റ് ആസ്ട്രോക്രീറ്റ് എന്ന് പറയുന്ന അതിൻ്റെ മെഗാ പാസ്കൽസ് 25 മെഗാ പാസ്കൽസ് ആണ്. അടുത്ത ന്യൂസ്, സാമാജിക് അധികാരിത ശിവിർ. സാമാജിക് അധികാരിത ശിവിർ ഫോർ ദിവ്യാംഗജൻ ആൻഡ് സീനിയർ സിറ്റിസൺസ്. അപ്പോൾ ദിവ്യാംഗജൻസിനും സീനിയർ സിറ്റിസൺസിനും വേണ്ടിയിട്ട് സാമാജിക് അധികാരിത ശിവിർ ലോഞ്ച് ചെയ്തു. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എയ്ഡ്സ് ആൻഡ് അസിസ്റ്റീവ് ഡിവൈസസ് ടു ദിവ്യാംഗജൻ. അപ്പോൾ ദിവ്യാംഗജൻസിന് അവരുടെ അസിസ്റ്റീവ് ഡിവൈസസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർ ADIP സ്കീം ആൻഡ് ടു സീനിയർ സിറ്റിസൺസ് അണ്ടർ രാഷ്ട്രീയ വായോശ്രീ യോജന ഓഫ് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്. അപ്പോൾ സാമാജിക് അധികാരിത ശിവിർ ആണ് അത് ഒരു പ്രോഗ്രാമിൻ്റെ പേര്. ദിവ്യാംഗജനും സീനിയർ സിറ്റിസൺസിനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അത്. അടുത്ത ന്യൂസ്, നീതി ആയോഗ് ലോഞ്ചസ് റിപ്പോർട്ട് ഓൺ റിഫോംസ് ഇൻ അർബൻ പ്ലാനിംഗ് കപ്പാസിറ്റി ഇൻ ഇന്ത്യ. അപ്പോൾ നീതി ആയോഗ് റിപ്പോർട്ട് ലോഞ്ച് ചെയ്തു. എന്തിനെക്കുറിച്ചുള്ള റിപ്പോർട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫോംസ് ഇൻ അർബൻ പ്ലാനിംഗ് കപ്പാസിറ്റി ഇൻ ഇന്ത്യ. അർബൻ പ്ലാനിംഗ് കപ്പാസിറ്റി ഇൻ ഇന്ത്യയിലത്തെ റിഫോംസിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് നീതി ആയോഗ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. Report on measures to ramp up urban planning capacity in India titled Reforms in Urban Planning Capacity in India was released by Niti Aayog. സോ അത് ലോഞ്ച് ചെയ്തത് നീതി ആയോഗ് ആണ്. നീതി ആയോഗ് റിലേറ്റഡ് കുറച്ച് ഫാക്ട്സ് നോക്കാം. നീതി ആയോഗ് ഫോം ചെയ്തത് 1 January 2015 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ചെയർപേഴ്സൺ ഓഫ് നീതി ആയോഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നരേന്ദ്രമോദിയാണ്. അടുത്ത ന്യൂസ്, സിംപ്ലിഫൈഡ് പ്രൊസീജിയർ ഫോർ കൺഫർമേഷൻ ഓഫ് ബാങ്ക് ഗ്യാരണ്ടീസ് ഫോർ ഫോറിൻ ബാങ്ക്സ് ഇൻ ക്യാപിറ്റൽ അക്വിസിഷൻസ് അണ്ടർ DAP 2020. അപ്പോൾ സിംപ്ലിഫൈഡ് പ്രൊസീജിയർ ഫോർ കൺഫർമേഷൻ ഓഫ് ബാങ്ക് ഗ്യാരണ്ടീസ്. അപ്പോൾ കൺഫർമേഷൻ ഓഫ് ബാങ്ക് ഗ്യാരണ്ടീസ് ഓഫ് ഫോറിൻ ബാങ്ക്സ് ഇൻ ക്യാപിറ്റൽ അക്വിസിഷൻസ് അണ്ടർ DAP 2020. The acquisition wing of the Ministry of Defence has promulgated a standard operating procedure to facilitate clarity in procedure to be followed by buyer in respect of the bank guarantees submitted by bidders from international bank. അപ്പോൾ സിംപ്ലിഫൈഡ് പ്രൊസീജിയർ ബാങ്ക് ഗ്യാരണ്ടീസിന് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ വേണ്ടിയിട്ടുള്ള ഫോറിൻ ബാങ്ക്സിൽ നിന്നുള്ള ബാങ്ക് ഗ്യാരണ്ടീസ് ഇനി അക്വിസിഷൻ അണ്ടർ DAP അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ സിംപ്ലിഫൈ ചെയ്തു എന്നാണ്. സിംപ്ലിഫൈഡ് ആയിട്ടുള്ള പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് വിൽ ഫെസിലിറ്റേറ്റ് ടൈംലി കൺക്ലൂഷൻ ഓഫ് കോൺട്രാക്ട്സ് ഇൻ പ്രൊക്യൂർമെൻറ്റ് കേസസ് ഇൻവോൾവിംഗ് ബാങ്ക് ഗ്യാരണ്ടീസ് ഫ്രം ഫോറിൻ ബാങ്ക്സ്. അടുത്ത ന്യൂസ്, പ്രൈം മിനിസ്റ്റർ മോദി ടു അഡ്രസ് 21st മീറ്റിംഗ് ഓഫ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ SCO കൗൺസിൽ മീറ്റിംഗ് ഇന്ത്യൻ സൈഡ് ലീഡ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ മോദിയാണ് അറ്റൻഡ് ചെയ്യുക. 21st മീറ്റിംഗ് ഓഫ് SCO കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ മീറ്റിംഗ് ഈസ് ഹോസ്റ്റഡ് ബൈ തജിക്കിസ്ഥാനാണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യ വിൽ ബി റെപ്രസെൻറ്റഡ് ബൈ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററും അതിൽ പങ്കെടുക്കുന്നതായിരിക്കും. It is a first SCO summit being held in hybrid format and fourth summit
that India will participate as full-fledged member of SCO. അപ്പോൾ SCO ഫോം ചെയ്തത് 2001 ഫൗണ്ട് ചെയ്തത്. അതിന് 8 ടോട്ടൽ മെമ്പർ സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് തജിക്കിസ്ഥാനിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തജിക്കിസ്ഥാൻ്റെ ക്യാപിറ്റലും കറൻസിയും പറഞ്ഞു കഴിഞ്ഞാൽ തജിക്കിസ്ഥാൻ്റെ ക്യാപിറ്റലാണ് ദുഷാൻബെ, കറൻസി സോമോണിയാണ്. അടുത്ത ന്യൂസ്, ഗവൺമെൻറ് അനൗൺസസ് ഗ്യാരണ്ടി ഓഫ് അപ് ടു 30,600 crore ടു ബാക്ക് സെക്യൂരിറ്റി റെസിപ്റ്റ്സ് ടു ബി ഇഷ്യൂഡ് ബൈ NARCL. അപ്പോൾ ഗവൺമെൻറ് ഒരു ഗ്യാരണ്ടി അനൗൺസ് ചെയ്തിട്ടുണ്ട് 30,600 കോടി രൂപയുടെ to back security receipts to be issued by NARCL. The 30,600 crore government guarantee for security receipts issued by National Asset Reconstruction Company Limited as part of resolution of bad loans will be valid for a period of 5 years. അപ്പോൾ അതിനുള്ള ഗ്യാരണ്ടി, അത്രയും രൂപയുടെ ഗ്യാരണ്ടി 5 വർഷത്തേക്കാണ് വാലിഡിറ്റി ഉള്ളത്. NARCL will purchase bad loans from banks under 15:85 structure, where it will pay up to 15% of net asset value in cash and issue security receipts for the rest. അടുത്ത ന്യൂസ്, പ്രൈം മിനിസ്റ്റർ മോദി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ക്വാഡ് ലീഡേഴ്സ് സമ്മിറ്റ് ഇൻ വാഷിംഗ്ടൺ ഓൺ September 24. അപ്പോൾ September 24 നടക്കാനിരിക്കുന്ന ക്വാഡ് ലീഡേഴ്സ് സമ്മിറ്റ്, വാഷിംഗ്ടണിൽ വെച്ച് നടക്കാനിരിക്കുന്ന ക്വാഡ് ലീഡേഴ്സ് സമ്മിറ്റ് പ്രൈം മിനിസ്റ്റർ മോദി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ന്യൂസ്, നാഗാലാൻഡ്സ് ഫസ്റ്റ് സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് ഓഫ് ഇന്ത്യ to be inaugurated. അപ്പോൾ നാഗാലാൻഡ് will get its first software technology park center in September 2021. The software technology parks of India center Kohima will be inaugurated by Union Minister of State for Entrepreneurship, Skill Development, Electronics and Technology രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ നാഗാലാൻഡ് ഫസ്റ്റ് സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ സെപ്റ്റംബറിൽ തന്നെ അത് ഇനോഗ്രേറ്റ് ചെയ്യും. അടുത്ത ന്യൂസ്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ പവർ കിഷൻ പാൽ ഗുർജാർ അറ്റൻഡ്സ് 15th ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് എനർജി മിനിസ്റ്റേഴ്സ് മീറ്റ്. അപ്പോൾ 15th ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് എനർജി മിനിസ്റ്റേഴ്സ് മീറ്റ് ഇന്ത്യൻ സൈഡിൽ അറ്റൻഡ് ചെയ്തത് പവർ മിനിസ്റ്ററായ കൃഷൻ പാൽ ഗുർജാറാണ്. ദ തീം ഓഫ് ദ മീറ്റിംഗ്, ഈ വർഷത്തെ മീറ്റിങ്ങിൻ്റെ തീമാണ് വി കെയർ, വി പ്രിപ്പയർ, വി പ്രോസ്പർ. aimed at coordinating efforts of ASEAN countries in pursuing the goal of energy security and energy transition. അപ്പോൾ 8th August ആണ് വേൾഡ് ഏസിയാൻ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ഇന്ത്യാസ് ട്രേഡ് വിത്ത് ഏസിയാൻ 10.6% ഓഫ് ഇന്ത്യാസ് ടോട്ടൽ ട്രേഡ്. അടുത്ത ന്യൂസ്, ഇന്ത്യൻ റെയിൽവേസ് ഓൾട്ടർനേറ്റീവ് എനർജി ആം ഷട്ട്സ് ഓൺ ഫുൾ ഇലക്ട്രിഫിക്കേഷൻ മ്യൂട്ടഡ് പെർഫോമൻസ്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ആൾട്ടർനേറ്റീവ് എനർജി ആം ഫുൾ ഇലക്ട്രിഫിക്കേഷന് ഷട്ട്സ് ഓൺ ഫുൾ ഇലക്ട്രിഫിക്കേഷൻ മ്യൂട്ടഡ് പെർഫോമൻസ് ഒക്കെ മ്യൂട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ റെയിൽവേസ് ഓർഗനൈസേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് ഫ്യൂവൽസ്, Indian Railways Organization for Alternative Fuels primarily focused on biodiesel. It was closed because Indian Railways is chasing the goal of a full electrification by 2023. അപ്പോൾ 2023 മുതൽ 3 ഫുൾ ഇലക്ട്രിഫിക്കേഷൻ എന്നുള്ള ആ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ആൾട്ടർനേറ്റീവ് എനർജി ആംസിനെ ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ളത്. സോ ഫുള്ളി ഇലക്ട്രിക് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷട്ട് ഡൗൺ ആൾട്ടർനേറ്റീവ് എനർജി ആംസിനെ ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ /it's യൂസ് ഓഫ് ഡീസൽ ആൻഡ് ബിക്കം സീറോ നെറ്റ് എമിറ്റർ ഓഫ് കാർബൺ എമിഷൻ ബൈ 2030. 2030 കൂടിയാണ് സീറോ കാർബൺ എമിറ്റർ, നെറ്റ് സീറോ കാർബൺ എമിറ്റർ ഓഫ് കാർബൺ എമിഷൻസ് എന്നുള്ള സ്ഥാനവും കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അടുത്ത ന്യൂസ്, ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ടു സൈൻ MOU വിത്ത് IIMR ടു സ്ട്രെങ്തൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ മില്ലറ്റ്സ്. അപ്പോൾ ടാറ്റ ഗ്രൂപ്പ് കമ്പനി ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് വിൽ ബി സൈനിങ് എ മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ച് ടു അൺലോക്ക് ഫുൾ പൊട്ടൻഷ്യൽ ഓഫ് മില്ലറ്റ്സ് ആസ് എ ഹെൽത്തിയർ ആൻഡ് മോർ സസ്റ്റൈനബിൾ ആൾട്ടർനേറ്റീവ് ടു ട്രഡീഷണൽ ഗ്രെയിൻസ്. അപ്പോൾ ട്രഡീഷണൽ ഗ്രെയിൻസിനെക്കാട്ടിലും മില്ലറ്റ്സ് ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് IIMR ആയിട്ട് ഈ ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്യാൻ പോകുന്നത്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ മില്ലറ്റ്സ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്.
അടുത്ത ന്യൂസ്, ലോ കാർബൺ ബ്രിക്സ് ഡെവലപ്ഡ് യൂസിങ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡെമോളിഷൻ വേസ്റ്റ് ഫോർ എനർജി എഫിഷ്യൻറ്റ് വാളിംഗ് എൻവെലപ്സ്. അപ്പോൾ ലോ കാർബൺ ബ്രിക്സ് ഡെവലപ്പ് ചെയ്യുകയാണ് വിത്ത് കൺസ്ട്രക്ഷൻ ആൻഡ് ഡെമോളിഷൻ വേസ്റ്റ്. ഈ തകർത്ത് കളഞ്ഞ കെട്ടിടങ്ങളുടെയൊക്കെ വേസ്റ്റ് വെച്ചിട്ട് ഒരു ലോ കാർബൺ ബ്രിക്സ് ഡെവലപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ റിസർച്ചേഴ്സ് ഹാവ് ഡെവലപ്ഡ് ടെക്നോളജി കണ്ടുപിടിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഡെമോളിഷൻ വേസ്റ്റും അതേപോലെ കൺസ്ട്രക്ഷൻ വേസ്റ്റൊക്കെ ഉപയോഗിച്ച് ലോ കാർബൺ ബ്രിക്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ട്. ടു പ്രൊഡ്യൂസ് എനർജി എഫിഷ്യൻറ്റ് വാളിംഗ് മെറ്റീരിയൽസ് യൂസിങ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡെമോളിഷൻ വേസ്റ്റ്, അക്കാലി activated binders. These are called low carbon bricks. Do not require high temperature firing and avoid the use of high energy materials such as Portland cement. The annual consumption of bricks and blocks in India is about 900 million tons. ഇത്രയും ബ്രിക്സ് ആൻഡ് ബ്ലോക്സ് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് 900 മില്യൺ ടൺസിൻ്റെ ബ്രിക്സ് ആൻഡ് ബ്ലോക്സ് ആണ് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് ആനുവലി. അടുത്തത് ശൂന്യ. നീതി ആയോഗ് ലോഞ്ചസ് സീറോ പൊല്യൂഷൻ ഇനീഷ്യേറ്റീവ് ബൈ എൻകറേജിങ് അഡോപ്ഷൻ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ബൈ ഡെലിവറി സെഗ്മെൻറ്റ്. അപ്പോൾ ശൂന്യ എന്ന് പറയുന്നത് അതായത് സീറോ പൊല്യൂഷൻ ഇനീഷ്യേറ്റീവാണ്. ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് സീറോ പൊല്യൂഷൻ ഇനീഷ്യേറ്റീവാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് നീതി ആയോഗ് വിത്ത് RMI ആൻഡ് RMI India സപ്പോർട്ട് ലോഞ്ച് ശൂന്യ, ആൻ ഇനീഷ്യേറ്റീവ് ടു പ്രൊമോട്ട് സീറോ പൊല്യൂഷൻ ഡെലിവറി വെഹിക്കിൾസ് by working with consumers and industry. The campaign aims to accelerate the adoption of electric vehicles in urban delivery segment and create consumer awareness about benefits of zero pollution delivery. അപ്പോൾ ഈ സീറോ പൊല്യൂഷൻ ഡെലിവറിയുടെ ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ശൂന്യ എന്ന് പറയുന്നത്. സോ ഡെലിവറി സെഗ്മെൻറ്റിലാണ് ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് അഡോപ്റ്റ് ചെയ്യാൻ എൻകറേജ് ചെയ്യുന്നത്. സോ ആ പ്രോഗ്രാമിൻ്റെ പേരാണ് ശൂന്യ, ആ ഇനീഷ്യേറ്റീവിൻ്റെ പേരാണ് ശൂന്യ. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ താങ്ക് യു എവരി വൺ. താങ്ക് യു.